എൻ്റെ പേര് ഗീതു ശിവകുമാർ. ഞാൻ പേസ് എന്ന് പറഞ്ഞ IT കമ്പനിയുടെ CEO ആണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിർമ്മല ഭവൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ടെക്നോളജിയിലോട്ടൊരു എക്സ്പോഷർ കിട്ടിയത് എനിക്ക് 12 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാനാണ് പോയത്. അത് ട്രിവാൻഡ്രത്തുള്ള രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഓർഗനൈസ് ചെയ്ത ഒരു ഫെലോഷിപ്പ് കോമ്പറ്റീഷൻ ആയിരുന്നു. അവർ സ്കൂൾ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ടെസ്റ്റ് പാസ് ചെയ്യുന്നവർക്ക് അവരുടെ ലാബ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സയൻറ്റിസ്റ്റുകളുടെ കൂടെ ആ ലാബിൽ ഏതെങ്കിലും പ്രൊജക്ട്സിൽ പ്രാക്ടിക്കലി വർക്ക് ചെയ്യാനുള്ള ഒരു ഫെലോഷിപ്പായിരുന്നു അത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര എക്സ്പോഷറായിരുന്നു. എത്ര കൂടുതൽ നമുക്ക് ടെക്നോളജിയിൽ എക്സ്പോഷർ കിട്ടാൻ പറ്റുമോ അതെനിക്ക് തന്നത് ഈ ഫെലോഷിപ്പായിരുന്നു. എനിക്കൊരു ക്യൂരിയോസിറ്റിയും ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നൊക്കെ ആയിരുന്നു അന്ന് എനിക്ക് ഒരു ആഗ്രഹം ഫസ്റ്റായിട്ട് വന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ SKNSH എന്ന് പറഞ്ഞ ഒരു റാറ്റിൻ്റെ ബ്രെയിനിൽ കാണുന്ന ഒരു കൈൻഡ് ഓഫ് സെൽസിനെ ഹ്യൂമൻ ന്യൂറോൺ ലൈക്ക് സെൽസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ പിന്നീട് പാർക്കിൻസൺസ്, അൾഷിമേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആ സെൽസ് ഉപയോഗിക്കാം. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള നടത്തുന്ന സ്റ്റേറ്റ് IT ഫെസ്റ്റ് ഉണ്ട് എല്ലാ വർഷവും. അപ്പോൾ അതിലെ വെബ് ഡെവലപ്മെൻറ്റ് കോമ്പറ്റീഷനിൽ പോകാനായിട്ട് എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് നമ്മളൊരു ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ വെച്ചിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബേസിക്കലി ഉള്ള ഒരു HTML നോളജ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്നിട്ട് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു A ഗ്രേഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷീ സ്റ്റാർട്ടഡ് ഹെൽപ്പിങ് മീ. എന്നിട്ട് അങ്ങനെ നമ്മൾ അടുത്ത വർഷം 9th പോയി 10th പോയി. അങ്ങനെ ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പോയപ്പോഴത്തേക്കും ഞാൻ സ്റ്റേറ്റ് ലെവലിൽ വെബ് ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റായി. പ്രൈസ് തന്നത് അന്നത്തെ CM ആയിരുന്നു ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് ഒരു IT-ലോട്ടുള്ള ഒരു പുഷ് കിട്ടിയത്. സ്റ്റേറ്റ് വെബ് ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് ആയത് വെച്ചിട്ട് ഞാൻ കേരള ഗവൺമെൻറ്റിൽ നിന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഡെലിഗേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു ജപ്പാനിലേക്ക്. അതൊരു സ്റ്റുഡൻറ്റ് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം ആയിരുന്നു. അതായത് ജപ്പാനിലെ കുട്ടികൾ ഇങ്ങോട്ട് വരും, ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ ജപ്പാനിലോട്ട് 2 വീക്സ് പോകും. അപ്പോൾ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ആയത് ഞാനായിരുന്നു. ഞാൻ ആ 11th പഠിക്കുമ്പോൾ എനിക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൽ പിന്നെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ഇതുപോലെ ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇത് 2011 അതായത് ആ സമയത്ത് വെബ്സൈറ്റൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ അത്രയും ഫ്രീലാൻസേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ സ്റ്റാർട്ടപ്സ് ഒക്കെ ഇതുപോലത്തെ വെബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്തിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് ജോയിൻ ചെയ്തത്. ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പളിൽ ഞാൻ ഈ ഫ്രീലാൻസ് ചെയ്യുന്ന കാര്യം അറിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുമല്ലേ, അപ്പോൾ നിങ്ങൾ കുറച്ച് കുട്ടികളെയും കൂടെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പാക്കിയിട്ട് സ്റ്റാർട്ടപ്പായിട്ട് തന്നെ ഫോം ചെയ്തിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതുവരെ ഉണ്ടായിരുന്നൊരു തോട്ടെന്ന് പറഞ്ഞാൽ ഫ്രീലാൻസേഴ്സാണ് ഏത് ഇൻഡസ്ട്രി ആയിരുന്നാലും ഏറ്റവും മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സെക്റ്റ് ഓഫ് ആൾക്കാർ. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പേയ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ എന്നാൽ അവരിൽ നിന്ന് എത്ര എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും വർക്ക് നമ്മൾ ചെയ്യേണ്ടിയും വരും. അപ്പോൾ ആ ഫ്രീലാൻസിങ് സെക്ടറിൽ നിന്നതുകൊണ്ട് എനിക്ക് എന്തായാലും എനിക്കൊരു 9 to 5 ജോബിൽ പോയി വേറെ ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യേണ്ട, എന്തെങ്കിലും ചെയ്താൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുള്ളൂ എന്നൊരു തോട്ട് വന്നത് ആ ഒരു ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് എന്നാണ്. പേസ് വെബ് ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ, പിന്നെ AI സർവീസസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഫുൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനിയാണ്. ഞങ്ങൾക്ക് 5 രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. ഞാൻ ഇനിഷ്യലി സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ ആൾക്കാരും എന്നോട് പറഞ്ഞത് ഇവിടെ ഇഷ്ടംപോലെ സർവീസ് കമ്പനി ഉണ്ട്, ഇനി ഒരു സർവീസ് കമ്പനിക്ക് കൂടി ഇവിടെ സ്കോപ്പില്ലെന്നാണ്. ഇത് 2012 പറഞ്ഞതാണ്. ഒരു യങ്ങർ ഏജിൽ നമ്മളൊരു ഹയർ പ്രൊജക്റ്റ് പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഇവർക്ക് ഇതിനുള്ള കഴിവൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ചലഞ്ച് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചലഞ്ച് ഓവർകം ചെയ്തത് ആൾക്കാർ പറയട്ടെ ഇത്ര സർവീസ് കമ്പനീസ് ഉണ്ടല്ലോ, നാട്ടിൽ ഇഷ്ടംപോലെ പുതിയ കമ്പനീസ് വരുന്നുണ്ട്, അവർക്കെല്ലാം പ്രൊജക്ട്സും ഉണ്ട്, അതുപോലെ IT ഇൻഡസ്ട്രീസ് ഇഷ്ടംപോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം റിക്വയർമെൻറ്റും വരും. ആ ഒരു തോട്ട് വെച്ചിട്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ സെക്കൻഡ് തിങ് ഞാൻ ഓവർകം ചെയ്തത് ഒരു പോർട്ട്ഫോളിയോ നല്ലത് ഡെവലപ്പ് ചെയ്തിട്ടാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയാണുള്ളത്, ഞാൻ ഒറ്റ കുട്ടിയാണ്. അപ്പോൾ രണ്ടുപേരും ഒരു ഗവൺമെൻറ് ജോലി കൈൻഡ് ഓഫ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ മൊത്തം ഫാമിലിയിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ആദ്യം ഇനിഷ്യലി ഞാൻ കോളേജിൽ ഞാൻ 4th ഇയർ ആയപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടിയായിരുന്നു. 2 കമ്പനീസിൽ പ്ലേസ്ഡായി.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടല്ലോ, ആ ബ്രേക്ക് ടൈമിലും ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയത്തും ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞാൻ ഇത് തന്നെ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇനിഷ്യലി അവർക്കൊരു നാച്ചുറൽ കൺസേൺ ഉണ്ടായിരുന്നു. കിട്ടിയ ജോലിയുടെ സ്റ്റെബിലിറ്റി കളഞ്ഞിട്ട് എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നത് എന്ന് അവരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം വരുമാനം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ലൈഫിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് കണ്ടപ്പോഴത്തേക്ക് അവരും അതിൽ ഓക്കെ ആയി. അപ്പോൾ എൻ്റെ ഡെഫിനിഷൻ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സാധനം എനിക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഇട്ടിട്ട് ഞാൻ അച്ചീവ് ചെയ്യുക, അതിൽ ഞാൻ ഹാപ്പി ആവുക, അതിലെനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാനോ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോ ചെയ്യാൻ പറ്റുക. അതിൽ മണി ഓർ റിച്ച്നെസ് ഓർ ഫെയിം മാത്രമല്ലാതെ നമ്മൾ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതിനാണ് ഞാൻ സക്സസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ലേണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ഇപ്പം ആദ്യം തൊട്ടായിരുന്നാലും ഇപ്പം ഞാൻ 2012 പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ടെക്നോളജിയോ ലാംഗ്വേജസോ ഒന്നും ഇപ്പം റെലവൻ്റ് അല്ല. അതിൻ്റെ ഒരു ബേസിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇപ്പോഴത്തെ നിൽക്കുന്ന ടെക്നോളജിയിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അന്ന് നമ്മൾ പഠിച്ചത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി പുതിയ ടെക്നോളജി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അന്നുള്ളതും ഇന്നുള്ളതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ടെക്നോളജി സെഗ്മെൻറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ്ലി അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് കോൺസ്റ്റൻറ്റ് ലേണിംഗ് എന്നൊരു സാധനം ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. IT സെക്ടറിൽ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എല്ലാത്തിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഫ്രീലാൻസ് കോഡേഴ്സിന് നല്ല മാർക്കറ്റുണ്ട്. അതായത് എസ്പെഷ്യലി സ്റ്റാർട്ടപ്സിന് ഫുൾ ടൈം എംപ്ലോയീസിന് ഹയർ ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഫ്രീലാൻസേഴ്സിന് തന്നെയാണ് ചെറിയ പ്രൊജക്ട്സോ മോഡ്യൂൾസോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുക, ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക, നല്ലൊരു ഗിറ്റ്ഹബ് പ്രൊഫൈൽ ഉണ്ടാക്കുക, അതിനകത്ത് നിങ്ങൾ ചെയ്തുള്ള കുറച്ച് സാമ്പിൾ വർക്ക്സ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള റിക്രൂട്ടേഴ്സിന്നോ ഫ്രീലാൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ പൈത്തൺ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിച്ചിട്ട് കുറച്ച് AI മോഡ്യൂൾസ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഓപ്പൺ AIയുടെ ഒക്കെ API ഇൻ്റഗ്രേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പോസിബിലിറ്റി ഇപ്പോൾ ഉണ്ട്. ടെക്നോളജിയുടെ കേസിൽ എസ്പെഷ്യലി ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്, പുതിയ പുതിയ പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. 1990s ടെക്നോ പാർക്ക് വന്നത് മുതൽ കേരളം ഒരു IT സർവീസസിൻ്റെ ഒരു ഹബ്ബായിട്ട് ബാക്ക് ഓഫീസും ബാക്കി IT കമ്പനീസിൻ്റെ ടെക്നോളജി സൊല്യൂഷൻസിൻ്റെ ഒക്കെ ഒരു ഹബ്ബായിട്ട് മാറിയിരുന്നു. ഇപ്പോൾ കേരളം ബേസിക്കലി ഒരു സർവീസ് ബേസ്ഡ് എക്കോണമിയാണ്. അത് ഇൻഡസ്ട്രീസ് അല്ല, നമ്മുടെ ഫാക്ടറീസും ഇൻഡസ്ട്രീസും അല്ല നമ്മുടെ എക്കോണമിന് കോൺട്രിബ്യൂട്ട് ചെയ്ത സർവീസസ് ആണ്. ലോങ് പീരീഡ് ഓഫ് ടൈം ഓരോ ഗവൺമെൻറ്റ്സും എടുത്തിട്ടുള്ള പോളിസീസ് വെച്ചിട്ട് കേരളത്തിലൊരു IT സർവീസ് ഇൻഡസ്ട്രി നടത്തുന്നത് വളരെ ഈസിയറാണ്. അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് അത് ഇവോൾവ് ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു IT എക്കോസിസ്റ്റം ബിൽഡായിട്ടുണ്ട്. ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ കൂടെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കേരളത്തിലോട്ടൊരു ആക്സസ് തോന്നുന്ന പോലത്തെ ഒരു എക്കോസിസ്റ്റം ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ബിൽഡായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കേരളത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ട് അത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ആ ഒരു ആഗ്രഹം ഉണ്ടായിട്ടും ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങനെ അങ്ങ് പോകുന്നവരും വേറെ ഒരു പുതുതായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊന്നും ഒരു പുഷ് കിട്ടാത്ത ആൾക്കാരാണ് മെജോറിറ്റി ഉള്ളത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നിട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അത് തുടങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള എന്താണോ ബെസ്റ്റ് ആ റിസോഴ്സസ് എല്ലാം കൂടെ പൂൾ ചെയ്യുക. അത് ഹ്യൂമൻ റിസോഴ്സസ് ആവട്ടെ, അല്ലെങ്കിൽ പൈസ ആവട്ടെ, അല്ലെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറോ ഫെസിലിറ്റീസോ ആവട്ടെ, ഉള്ളത് വെച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അതിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കിയിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനാരിയോ നമുക്ക് ജീവിതത്തിൽ ഒരു സിറ്റുവേഷനിലും ഒരിക്കലും ഉണ്ടാകത്തില്ല.